ഡ്രഗ്സിന്റെ ഏറ്റവും വലിയ ഭീകരത ഫീൽ ചെയ്യുന്ന പോലീസിനാണ്. ശരിക്കും പറഞ്ഞാൽ രാത്രി പോലീസ് സ്റ്റേഷനിൽ ഡ്യൂട്ടി ചെയ്യാൻ നമുക്ക് പേടിയാണ്. നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മളെ സ്റ്റേഷനിൽ 2-3 പിള്ളേർ രാത്രി അടികൂടിയിട്ട് പിടിച്ച് കൂട്ടിക്കൊണ്ടുവന്നു. ആ യൂന് എന്തോ ഒരു ധൈര്യം, ആ കുട്ടപ്പൻ പിള്ളേന്റെ ധൈര്യത്തിലായിട്ട് നമ്മൾ പിടിക്കുവാനൊക്കെ പോകുന്നത്. എന്തായാലും പിടിച്ചവിടെ കൊണ്ടിട്ട് ഇവർ അവിടെ നിന്ന് അടികൂടിയപ്പോൾ ഒരുത്തനെ ലോക്കപ്പിലിട്ട് ഒരുത്തനെ പുറത്തിട്ട് ഒരു 4-5 മണിക്ക് കൊണ്ടിട്ട് അപ്പൊ ഒരു രാത്രി 10 മണിയായപ്പോ ഈ ലോക്കപ്പിൽ നിന്ന് ഭയങ്കര ശബ്ദം, ടക 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 ടകട്ടാന്നിങ്ങനെ അടി കേട്ടപ്പോ നമ്മൾ ഓടി ലോക്കപ്പ് ചെന്ന് നോക്കിയപ്പോ കണ്ട കാഴ്ച എന്നറിയോ? ഇവൻ തല കൊണ്ട് ലോക്കപ്പിന്റെ കൊളുത്തുണ്ടാവുമല്ലോ, ആ കൊളുത്തിൽ ഇങ്ങനെ അടിക്കുക, ഇവിടെ ഇങ്ങനെ പൊട്ടിച്ചെതർന്ന്. പോലീസ് ഫസ്റ്റ് എയ്ഡ് പോലീസിന് പേടി എന്താ അറിയോ? അവിടെ ആറ്റമ്മ കൊഞ്ഞു വീണ് മരിച്ചിട്ടുണ്ടെങ്കിൽ നാട്ടുകാർ അന്നേരം പറയും പോലീസ് തച്ചു കൊന്നിയാന്ന്. 10-25 CCTV ഉണ്ടെങ്കിലും നിങ്ങൾ ആരും വിശ്വസിക്കില്ല. അവസാനം പോലീസ് ഓടി ഈ പഞ്ഞിക്കെട്ടും കൊണ്ട് ഓടി വരുമ്പോൾ അവൻ എന്താ ചെയ്തതെന്ന് അറിയാം? നമ്മള് കയ്യില് അവൻ അപ്പിയിട്ടിട്ട് നമ്മളെ മേത്തേക്ക് എറിഞ്ഞു തന്നു. ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങള്. അത് നിങ്ങളെ മകനായിക്കൂടെ? എന്റെ മകനായിക്കൂടെ? കഴിഞ്ഞ ദിവസം 10ാം ക്ലാസ്സിലെ കുട്ടി 9ാം ക്ലാസ്സിലെ ചെക്കൻ ഇൻസ്റ്റാഗ്രാമിൽ ബട്ടൺ ഇടാണ്ട് നിന്ന് എന്ന് പറഞ്ഞിട്ട് 10ാം ക്ലാസ്സിലെ കുട്ടി അടിച്ച് 8 വാരിയല് പോട്ട്. ആകെ 4 എത്ര വാരിയല്ല ഉള്ളത്? 8 പീസായി പോയി പോലും വാരിയല്. ഹോസ്പിറ്റലുണ്ടല്ലോ. 10ാം ക്ലാസ്സിലെ കുട്ടി, വടകര താലൂക്കിലെ 10ാം ക്ലാസ്സിലെ കുട്ടി, 11ാം ക്ലാസ്സിലെ കുട്ടി ബൈക്കിൽ ഇങ്ങനെ നിന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോ ഇട്ട് പറഞ്ഞിട്ട് മദ്യക്കുപ്പി പൊട്ടിച്ചിട്ട് അവന്റെ വയറ്റിലേക്ക് കയറ്റിയില്ലേ? താമരശ്ശേരിയിൽ 10ാം ക്ലാസ്സുകാരന്റെ ബാഗിൽ നിന്നല്ലേ 1.5 കിലോ നാടൻ കിട്ടിയത് ഒരാഴ്ച മുമ്പേ. നിങ്ങളിതിനെ നാടൻ കണ്ടിനാ? നിങ്ങളിങ്ങനെ വന്നു ഉത്തിരിഞ്ഞോളി. 10ാം ക്ലാസ്സിലെ ചെക്കൻ ബാഗിൽ നാടനൊക്കെ ആയിട്ടാ വന്നിരിക്കുന്നത്. ആ ചെക്കൻ്റെ അച്ഛനോട് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? പറയും ഇല്ല, എൻ്റെ മോൻ അങ്ങനെയല്ല. ഇനി ഞാനൊരു സ്വകാര്യം കൂടി പറയാം. അപ്പൊ എനിക്ക് 5 സ്വഭാവം ഉണ്ട്, നിങ്ങൾ അംഗീകരിച്ചല്ലോ. തർക്കമുണ്ടോ സാറേ അതില്? എന്നാൽ ഒരു സ്വകാര്യം കൂടി പറയട്ടെ. സാറേ, നിങ്ങൾക്ക് വാട്സപ്പ് ഉണ്ടാ, ഇൻസ്റ്റഗ്രാം ഉണ്ടാ? എങ്കിൽ നിങ്ങളെ മുഖത്ത് നോക്കി ഞാനൊരു സത്യം പറഞ്ഞോട്ടെ. വാട്സപ്പിലും ഫേസ്ബുക്കിലും നിങ്ങൾക്ക് വേറെ സ്വഭാവമാണ്. ഇതല്ല സ്വഭാവം. എനക്കും അങ്ങനെ തന്നെ കേട്ടോ. ടീച്ചർമാരെ ഈ പറയുന്നത് നിങ്ങൾ നോക്കണ്ട. രാത്രി വാട്സപ്പിൽ ഹായ് ഇട്ടോക്കെ എനിക്ക് 12 മണിക്ക് ശേഷം ഞാൻ ഹോയ് കൊണ്ട് ആറാട്ടായിരിക്കും. അതിൽ എനിക്ക് വേറൊരു മുഖമുണ്ട്. ശരിയാണോ തെറ്റാണോ? അപ്പൊ നമ്മളെ മക്കളോട് നിങ്ങൾ പറഞ്ഞു കൊടുത്തോ? വാട്സപ്പിൽ കാണുന്നത് വിശ്വസിക്കാൻ പറ്റൂല നിങ്ങൾ പറഞ്ഞു കൊടുത്തോ? ചൊട്ടയിലെ ശീലം. ശരി, എന്താ വിളിച്ചു പറയുന്നതാ? എന്നിട്ട് ഇൻസ്റ്റാഗ്രാം ഈ ലോകത്ത് ഏറ്റവും ഫ്രോഡായിട്ടുള്ള സോഷ്യൽ മീഡിയയുടെ പേര് ഇൻസ്റ്റാഗ്രാം എന്നാ. നമുക്ക് വരുന്ന പരാതിയിൽ 99%ഉം ഇൻസ്റ്റാഗ്രാം. എന്നിട്ട് പല അമ്മമാർ പറയും ഓക്ക് 2 ഉണ്ട് ഇൻസ്റ്റ. നിനക്ക് എന്തെന്നാ ചെയ്യണം? എനിക്ക് നമുക്കല്ലേ ശരിക്കും എന്റെ മുടിയെല്ലാം കൊഴിഞ്ഞു നീറ്റാ പറത്താനം കേട്ടിട്ടാട്ടോ. എനിക്ക് ഒരു കാര്യം കൂടി. കഴിഞ്ഞ ദിവസം എന്റെ സ്റ്റേഷനിൽ 9ാം ക്ലാസ്സിലെ കുട്ടി, 9ാം ക്ലാസ്സിലെ പെൺകുട്ടി ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ട 7ാം ക്ലാസ് മുതൽ പരിചയപ്പെട്ട ചങ്ങായിന്റെ കൂടെ ഒന്നോടിയാ പോട്ടേനു. ആ കുട്ടി കൊണ്ടുവന്ന 6 കുട്ടികളുടെ കൂടെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കൊണ്ടുപോയി പീഡിപ്പിക്കപ്പെട്ടില്ലേ? ആ പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുവന്ന് പോക്സോ. എന്നാൽ ഈ 18 വയസ്സ് വരെയുള്ള കുട്ടികളോട് നിങ്ങൾ പറയണ്ടേ, അവളുടെ ഇഷ്ടപ്രകാരമാണെങ്കിലും അവളുടെ ഇഷ്ടപ്രകാരമല്ല എങ്കിലും അവൾക്ക് വേദനിപ്പിക്കുന്ന എന്തെങ്കിലും പ്രവൃത്തി ഉണ്ട് എങ്കിൽ പോക്സോ നിയമപ്രകാരം ഉള്ളു പോകുന്നു. ആൺകുട്ടീനെ പഠിപ്പിക്കേണ്ട നിങ്ങൾ പഠിപ്പിച്ചു? നിങ്ങള് അവിടെയാണ് വിഷയം. അല്ല മാഡം, നിങ്ങൾ ഇതുവരെ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടാ? ഇല്ല. ശരി, എന്നിട്ട് നമ്മൾ ഈ ക്ലാസ് എടുക്കുന്നത്? പീഡനത്തിന് ലോകത്തിലെ ഏറ്റവും ശക്തമായ നിയമമുള്ള നാട് നമ്മൾ ഇന്ത്യ. അറിയോ നിങ്ങള്? അതിന് പീഡനം എന്താ നിങ്ങൾക്ക് ഇരിഞ്ഞോ? നിങ്ങൾ തന്നെ ചിരിച്ചേ? എനിക്ക് മനസ്സിലായി ഇവല പീഡനം എന്ന് പറഞ്ഞാൽ ഇവല എന്തോ വിചാരിച്ചു. ഞാനില്ലേ ഈ മേഡം വിചാരിക്കേണ്ട മുന്നിൽ ഇരിക്കേണ്ടേനും പണ്ടാരം. ഞാൻ നിങ്ങളിപ്പം പീഡിപ്പിച്ച് കാണിച്ചു തരാം. നിങ്ങളൊന്ന് പീഡിപ്പിച്ചോട്ടെ സാർ, ഞാൻ അവരൊന്ന് പീഡിപ്പിച്ചോട്ടെ. കുറച്ചാള് വീഡിയോ എടുക്കേണ്ട പരിപാടിയാണ്. എന്തായാലും പീഡനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പീഡനം. നിങ്ങൾ പീഡിപ്പിച്ചു എന്ന് എൻ്റെ പേര് പരാതി കൊടുത്താൽ ഞാൻ 15 കൊല്ലം ജയിലിൽ പോകും. അത്രയേറെ ശക്തമായ വേറൊരു നിയമമുള്ള രാജ്യമുണ്ടോ ഇവിടെ? ഇവിടുത്തെ ആർക്കെങ്കിലും ബോധമുണ്ട്? എന്നിട്ട് ഇവര് പീഡനത്തിന് ഇതുവരെ പരാതി കൊടുത്തില്ല. അതിന് പീഡനം എന്താ നിങ്ങൾക്ക് തിരിയണ്ടേ? ചൊട്ടയിലെ ശീലം. അങ്ങനെയാണെങ്കിൽ 3 വയസ്സുള്ള കുട്ടിയോട് പറഞ്ഞു കൊടുക്കണം എന്താ പീഡനം, എന്താണ് ലഹരി, എന്താണ് ഇതിന്റെ ഇമ്പാക്ട്. നിങ്ങളെ സിഗരറ്റിനെ നമ്മളെ ഇലക്ട്രിസിറ്റിയെ പേടിക്കുന്നത് പോലെ, തീയെ പേടിക്കുന്നത് പോലെ, എലിവിഷത്തെ പേടിക്കുന്നത് പോലെ ഇതൊക്കെ പേടിപ്പിക്കണമെങ്കിൽ ചൊട്ടയിൽ തന്നെ ശീലിപ്പിക്കണം. ഞാനിതാ നിങ്ങളെ പീഡിപ്പിക്കുന്നുണ്ടോ? ഈ കണ്ണിലേക്കൊന്ന് നോക്കിവിടെ. ഈ വിരൽ ഇങ്ങനെ ആക്കിയണ്ട. ഈ വിരൽ ഇങ്ങനെ ആക്കുമ്പോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ അതൊരു പീഡനമാണ്. എൻ്റെ പേര് കേസ് കൊടുക്കാം. ഞാൻ 15 കൊല്ലം ജയിലില്ല. ഇനി ഇത് ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ നിങ്ങൾ ജയിലിൽ പോടുക. ഇനി 14 സെക്കൻഡ് ഞാൻ നിങ്ങളുടെ കണ്ണിലേക്ക് ഇങ്ങനെ തുറിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ പരാതി കൊടുത്താൽ ഞാൻ ജയിലിൽ പോകും.
ഇത്രയേറെ ശക്തമായ നിയമമുള്ള നാട്ടിലാണ് സകലവന്മാരും പീഡനമായിട്ട് നടക്കുന്നത്. ഇപ്പോൾ അതിന്റെ അർത്ഥം എന്താ? നമ്മൾ ചെറുപ്പത്തിലെ കുട്ടീനെ അതുകൊണ്ടാണ് സ്വീഡനിലും ഫിൻലാൻഡിലും നോർവേയിലും അവിടെയൊന്നും ഈ പരാജയം നിങ്ങൾ കേൾക്കാത്തത്. അതുകൊണ്ട് പ്രിയ ഞാൻ ഇതേപോലെ തന്നെയാണ് നമ്മൾ സെക്സിനെ കുറിച്ച്, സെക്സിന്റെ ഒരു ഭാഗം അതും കൂടി പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ കാറ്റഗറി രണ്ട് തരത്തിലാണ് കേട്ടാ. ഇത് ആൺകുട്ടികൾ ഉപയോഗിക്കുമ്പോൾ നമ്മള് ആഭ്യന്തരമന്ത്രി തന്നെ പറഞ്ഞല്ലോ, കേരളത്തിൽ ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ആരാന്ന് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന്റെ കണക്കില്ലാണ്ട് പറയാൻ പറ്റുമോ? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച് നശിച്ചു പോയത് പെൺകുട്ടികളാണ്. അതാ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു മനുഷ്യന് 7 സ്വഭാവമുണ്ട് എന്ന്. എനിക്കുണ്ട് 7 കേട്ടോ, അതിലും കൂടുതലുണ്ട്. അതിന് ആദ്യം എന്താ ചെയ്യണമെന്ന് സാർ ഞാൻ പറഞ്ഞില്ലേ, 18 വയസ്സിൽ അന്തം വിട്ടേന്ന്. സാറിന് മക്കളുണ്ടാ? എത്ര വയസ്സ്? 3. ഇപ്പം പിടിച്ചോളി, അതിനെ കിട്ടും. പക്ഷെ എന്റെ ഭാര്യയോട് ഞാൻ പറഞ്ഞു ഇപ്പം പിടിക്ക് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞറിയാം, ഇപ്പം പറക്കട്ടെ. ഞാൻ ചോദിച്ചു എപ്പാ പിടിക്കുക? 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു ഒറ്റപ്പെടുത്താ പോലും. എന്റെ കാഴ്ചപ്പാടിൽ 10ാം ക്ലാസ് കഴിഞ്ഞാൽ എന്റെ ഭാര്യന്റെ കഴുത്ത് എന്റെ മോളെ കൈയിന്റെ ഉള്ളിൽ ഉണ്ടാവും എന്നുള്ളതാ. അത്രയേ ഉള്ളൂ. പക്ഷെ അത് മനസ്സിലാക്കാനുള്ള വിവേകം ഇവിടുത്തെ പാരന്റ്സിനില്ല. സിമ്പിളായിട്ട് ഞാൻ പറയാം, നിങ്ങൾക്ക് മക്കളുണ്ടാ? എത്ര വയസ്സ്? 9. ഓന്റെ സ്വഭാവം തിരിഞ്ഞു നിങ്ങൾക്ക്. പക്ഷെ ഓൻ നിങ്ങളെ സ്വഭാവം തിരിഞ്ഞു. അതിന് നിങ്ങളെ മക്കളെ സ്വഭാവം മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് സാർ, ഓന്റെ ബാപ്പേന്റെ സ്വഭാവം ഓന് ഉണ്ടാവില്ല. ഒരു 3 വയസ്സരല്ലേ ഉണ്ടാവും. ഉപ്പാപ്പേന്റെ സ്വഭാവം തീരെ ഉണ്ടാവില്ല. തറവാടിന്റെ തനിക്കോണോ ഓനും ഉണ്ടാവില്ല, ഒരു കോണോ ഉണ്ടാവില്ല. നിങ്ങൾ 9ാം ക്ലാസ്സുകാരന്റെ സ്വഭാവം, നിങ്ങളെ മക്കളുടെ സ്വഭാവം അച്ഛന്റെയും അമ്മേന്റെയും ഉപ്പേന്റെയും ഉമ്മേന്റെയും ടീച്ചറെയും ഒന്നുമല്ല, അവൻ കൂടെ നടക്കുന്നവന്റെ സ്വഭാവമാണ്. നിങ്ങളെ മക്കളിലെ കള്ളും കഞ്ചാവും വലിക്കുന്ന 2 കുട്ടികളുടെ കൂടിയാണ് നടക്കുന്നതെങ്കിൽ ഓൻ 14ാമത്തെ ദിവസം ഓൻ കള്ളും കഞ്ചാവും ഉപയോഗിക്കും. അത് വേണ്ട, കള്ളും കഞ്ചാവും അവിടെ നിൽക്കട്ടെ. ബബിൾഗം കണ്ടിട്ടുണ്ടോ? ബബിൾഗം. നിങ്ങളെ മക്കൾ ബബിൾഗം തിന്നുന്നുണ്ടോ എന്ന് വെച്ചാൽ ഞങ്ങളെല്ലാം പറയില്ല. പക്ഷെ അവൻ കൂടെ നടക്കുന്ന കൂട്ടുകാർ ബബിൾഗം തിന്നുന്നുണ്ട് എങ്കിൽ 7ാമത്തെ ദിവസവും ബബിൾഗം തിന്നിരിക്കും. പക്ഷെ നമ്മൾ പലപ്പോഴും പറയും, നിങ്ങൾ പോലീസിനോട് അല്ലെങ്കിൽ പറയുന്നതാ, എന്റെ മോൻ തിന്നൂല, അവന്റെ ഉപ്പ തിന്നുന്നില്ല, ഉപ്പാപ്പ തീരെ കണ്ടിട്ടില്ല, തറവാട്ടിലാരും ബബിൾഗം തിന്നുന്നില്ല. തറവാട് കുട്ടിക്ക് വിഷയമല്ല. കുട്ടിക്ക് വിഷയം പറഞ്ഞോ അവന്റെ ഫ്രണ്ട്സാണ്. ശരിയാണോ തെറ്റാണോ? ഇനി പ്രണയിക്കുന്ന 2 കൂടെ നടക്കുന്നെങ്കിൽ ഒന്നും നോക്കണ്ട, 6ാമത്തെ മാസം ഓനി ഞങ്ങളെ വിളിക്കും, ഉപ്പ ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കണം, പ്രാർത്ഥനയിൽ നിങ്ങൾ ഉൾപ്പെടുത്തിക്കൊള്ളി. അത് കേൾക്കാനുള്ള ചങ്കൂറ്റങ്ങൾക്ക് ഉണ്ടാ? ഉണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഇനി പുസ്തകം വായിക്കുന്ന 2 കൂടെ നടക്കുന്നെങ്കിലേ ചെക്കന്റെ കക്ഷത്ത് 7ാമത്തെ ദിവസം ഒരു വലിയ പുസ്തകം ഉണ്ടാവും. അപ്പൊ ചൊട്ടയിലെ ശീലം മാത്രമല്ല, കൂട്ടുകാരെ തെരഞ്ഞെടുക്കുന്നതിൽ പോലും രക്ഷാകർത്താക്കൾ ഇടപെടലുണ്ടായാൽ നമ്മുടെ നാട് നന്നാവും.